അസർബൈജാനിലെ എയർലൈൻസ് തകർന്നു വീണ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം 62 യാത്രക്കാരായിട്ട് പോയിട്ടുള്ള ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് 30ന്റെ അധികം ആളുകൾ മരണപ്പെട്ടു എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിൽ ഒരാള് വീഡിയോ എടുത്തിട്ട് അയാളെ വൈഫിന് അയച്ചു കൊടുത്തതാണ്. അതായത് ബാക്കുവിൽ നിന്നും റഷ്യയിലേക്ക് പോകുമ്പോഴാണ് ആ ഒരു അപകടം ഉണ്ടായത്. കനത്ത മഞ്ഞ് വീഴ്ചന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് എന്നൊക്കെയാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ. പക്ഷെ ഞാൻ അയാൾ മനസ്സിലാക്കിയത്, അയാൾ വീഡിയോ എടുത്തിട്ട് അയാളെ വൈഫിന് അയച്ചു കൊടുക്കുമ്പോൾ അയാളെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയുമില്ല. പേടിയില്ല എന്ന് മാത്രമല്ല, അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. ഏതായാലും മരണം ഉറപ്പിച്ച് എന്നുള്ള ആ ഒരു നിമിഷത്തിലാണ് യാതൊരു പേടിയുമില്ലാതെ, മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ്. നമ്മളെ കാണാൻ പിന്നെ ലൈഫിൽ പിന്നെ ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളതൊക്കെ ഒരു സ്വപ്നം പോലെ ആക്കിയിട്ട് അവിടെ വെച്ചാളും. പിന്നെ ലൈഫിൽ ഒരു ഫ്ലൈറ്റിൽ കയറൂല. കാരണം അത്രയും മുകളിൽ നിന്ന് ഒരുപാട് നമുക്കറിയാം. നോർമല് നമ്മള് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നതാണ്. ചെറിയൊരു പിന്നെ എയർ ചുഴിയിലൊക്കെ, പിന്നെ ആകാശത്തെ ചുഴി എന്നൊക്കെ പറയും, അതിലൊക്കെ പെടുമ്പോൾ തന്നെ നമ്മളെ ജീവനൊക്കെ ഏകദേശം പകുതിയാവുന്നതാണ്. അപ്പൊ ഇത് മുകളിൽ താഴെ വീണ് അത്രയും ക്രാഷൊക്കെ ഉണ്ടായിട്ടും പിന്നെ അയാൾ പുറത്തിറങ്ങിയിട്ട് പഠിച്ചോനെ സ്തുതിക്കുകയാണ്. അപ്പൊ ഇതില് പറയാനുള്ള ഒരു വിഷയം, എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് വിധിച്ച കാര്യങ്ങളെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അതിൽ പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിനെ പറ്റി ടെൻഷൻ അടിക്കുന്ന കാര്യമല്ല. നമ്മളെ കാര്യങ്ങൾ പഠിച്ചോളെ നമ്മൾ തവക്കല് ചെയ്ത് പോയാൽ എവിടെയും ഒരു പ്രശ്നവും നമുക്ക് ഉണ്ടാവില്ല. അത് പ്രവാസത്തിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും.